അപ്പം നമ്മളെ ലാസ്റ്റ് ഡേ ഇൻ ദുബായ്. അപ്പോൾ ഓക്കെ ഗൈസ്, ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിസ്റ്റർ എം ജെ ഹിയർ ഗൈസ്. അപ്പം ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ നേരെ തിരിച്ച് നാട്ടിലോട്ട് പോവുകയാണ്, ബാക്ക് ടു കേരള ഗൈസ്. അപ്പം നമ്മളെ ലാസ്റ്റ് ഡേ ഇൻ ദുബായ് എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ നാട്ടിലോട്ട് പോകും. തിരിച്ചു വരുന്നതിൻ്റെ വ്ളോഗും കാര്യങ്ങളാണ്. നമ്മൾ എക്സ്പ്രസ് ആണ് ബുക്ക് ചെയ്തത്. അതിന് നമ്മളെന്ന് വെച്ചാൽ എയർപോർട്ടിൽ രാവിലെ തന്നെ ചെല്ലണം. രാവിലെയാണ് നമ്മളെ ഫ്ലൈറ്റ് പോകുന്നത്, രാവിലെയാണ് നമ്മൾ പോകേണ്ടത്. അതിന് നാട്ടിലൊരു വൈകുന്നേരം ആകുമ്പോൾ എത്തിട്ടോ. വൈകുന്നേരം എത്ര മണിയെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. ഏതായാലും ഞാൻ പതിയെ പറയാം. നമ്മളെ വ്ളോഗിൽ കണ്ടിന്യൂ ആയിട്ട് ഞാൻ അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞുതരാം. അതിന് വേറെ എന്താണ് ഗുയ്സ്, ഏതായാലും നിങ്ങൾ വ്ളോഗ് കണ്ടോക്ക്, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഞങ്ങളുടെ യാത്രയും കാര്യങ്ങളൊക്കെ ആയാലും ഫ്ലൈറ്റിലെ യാത്ര എന്താ വെച്ചാൽ വരുമ്പോൾ നമ്മൾ എടുത്ത ടൈമിൽ മൈക്കില്ലാത്തതുകൊണ്ട് വോയിസ് അത്ര ക്ലാരിറ്റി ഇല്ലായിരുന്നു ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ. തിരിച്ചു വരുമ്പോൾ നല്ല രീതിക്ക് ഞാൻ വ്ളോഗ് എടുത്തിട്ടുണ്ട്. ഉൾഭാഗമായാലും പുറഭാഗത്തുള്ള കാഴ്ചകളായാലും എന്നെക്കൊണ്ട് കഴിയുന്ന വിധം ഞാൻ വീഡിയോയിൽ എടുത്തിട്ടുണ്ട്. നിങ്ങളും കൂടെ കണ്ടു നോക്കുക എങ്ങനെ ഉണ്ട് എന്നുള്ളതൊക്കെ. അപ്പം ലെറ്റ്സ് ഗോ ഗൈസ്, നിങ്ങളേതായാലും വ്ളോഗ് കണ്ടു നോക്ക്. അങ്ങനെ ഗൈസ് ഫൈനലി നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടോ. കാരണം നമ്മളെ ഇറങ്ങാനുള്ള ടൈമായി, സോറി. അതിന് നമ്മളെ ഫ്ലൈറ്റ് വരുന്നത് 11:30 കേട്ടോ ഫ്ലൈറ്റ്. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങുന്നുണ്ട്. കാരണം ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും കഴിച്ചിട്ടില്ല. അത് പോകുന്ന വഴിക്ക് ഏത് ഹോട്ടലിൽ നിന്നോ റെസ്റ്റോറൻറ്റ് കഴിക്കണം. അതിന് നമ്മളിവിടെ താഴെ തന്നെ ഒരു സൂപ്പർ മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ. അതിന് നമ്മളെ ലഗേജും കാര്യങ്ങളും ട്രോളിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി കാറിൽ എടുത്തു വെച്ച് ഇന്നലെ രാത്രി തന്നെ. രാവിലെ എന്താ വെച്ചാൽ ഇറങ്ങുമ്പോൾ എല്ലാം കൂടെ ബുദ്ധിമുട്ടാണെന്ന് കരുതിയിട്ട് ഹാൻഡ് ബാഗ് മാത്രമായിരുന്നു പിന്നെ കയ്യിലുണ്ടായിരുന്നത്. അതിന് അവർക്കുള്ള ടാറ്റയും കാര്യങ്ങളൊക്കെ കൊടുത്തു. അതിന് ഇതാണ് നമ്മളെ മാമൻ്റെ ഫ്ലാറ്റ് കേട്ടോ. അതാണ് നമ്മളെ മാമൻ്റെ റൂം എന്ന് പറയുന്നത്. അപ്പോൾ സൂം ചെയ്ത് കാണിച്ചത്. അതിന് നമ്മൾ ഫൈനലി കാറിലോട്ട് കയറുകയാണ് ഗുയ്സ്. ആൻഡ് ഗൈസ് ഫൈനലി ഞങ്ങൾ റെസ്റ്റോറൻറ്റ് കണ്ടിട്ട് മാമൻ അവിടെ വണ്ടി നിർത്തി. ഇനിയിപ്പോൾ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോവാണ്. ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും കഴിച്ചിട്ടില്ല. കാരണം ഇത്ര നേരത്തെ ഇറങ്ങുന്നതുകൊണ്ട് കുക്ക് ചെയ്യാനുള്ള ടൈമില്ലായിരുന്നു. അതുകൊണ്ട് നമ്മളെല്ലാവരും മസാല ദോശയാണ് ഓർഡർ ചെയ്തത്. ആൻഡ് മസാല ദോശ ആവറേജ് ഓക്കെ ഗൈസ്, എനിക്ക് കുഴപ്പമില്ല. അതിന് നമ്മൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ വീണ്ടും കാറിലോട്ട് കയറി. ഇനി നമ്മൾ നേരെ തിരിച്ച് എയർപോർട്ടിലോട്ട് പോവുകയാണ്. ഓൾമോസ്റ്റ് ടൈം ആവാനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് നേരത്തെ എയർപോർട്ടിൽ എത്തണമല്ലോ. അപ്പോൾ അതിൻ്റെ ആവശ്യത്തിന് വേണ്ടി പോവുകയാണ്. അതിന് എല്ലാവരും എന്താ വെച്ചാൽ വിഷമത്തിലാണ്. കാരണം നമ്മൾ ഇത്രയും ദിവസം ഒന്നിച്ചൊക്കെ നിന്നതിൻ്റെ അതിൻ്റെ ഒരു വിഷമം എല്ലാവരും മുഖത്തുണ്ട്. അതിന് നമ്മൾ ഏതായാലും പോകുന്ന വഴിക്കുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ബാക്കി നിങ്ങൾ കണ്ടു നോക്കൂ പ്ലീസ്. ആൻഡ് ഗൈസ് ഫൈനലി ഞങ്ങളിത് എയർപോർട്ടിലെത്തി. നമ്മൾ കയറുന്ന എവിടെയെന്ന് വെച്ചാൽ റാസൽ കൈമയിൽ നിന്നാണ് കേട്ടോ എയർപോർട്ടിൽ നിന്ന് കയറുന്നത്. അതിന് നമ്മളെന്താ വെച്ചാൽ ലഗേജും കാര്യങ്ങളും എടുക്കണം. അതിൻ്റെ ട്രോളിയും കാര്യങ്ങളും എടുക്കാൻ വേണ്ടിയിട്ട് ഉപ്പച്ചി മാമനും കൂടെ അകത്തോട്ട് പോയതാണ്. അതിന് നമ്മുടെ ലഗേജ് അതിൻ്റെ ഉള്ളിലോട്ട് കയറ്റുന്ന നേരത്തെ അവർ പറഞ്ഞു നമ്മളിത് ജസ്റ്റ് ഒന്ന് റാപ്പ് ചെയ്യണം. കാരണം മഴയും കാര്യങ്ങളും ആയതുകൊണ്ട് നാട്ടിൽ വെള്ളമൊക്കെ ആയാലും പ്രശ്നമാണെന്ന് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് എന്താണെന്നറിയില്ല. അതിന് നമ്മളത് റാപ്പ് ചെയ്യാം കേട്ടോ. റാപ്പ് ചെയ്തിട്ട് വേണം ഇനി നമുക്ക് അകത്തോട്ട് കയറാൻ. അതിന് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ ചെക്കപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ലഗേജൊക്കെ അവിടെ ഏൽപ്പിച്ചതിന് ശേഷം നമ്മൾ വെയിറ്റ് ചെയ്യാണ് നമ്മളെ ഫ്ലൈറ്റിന് വേണ്ടിയിട്ട്. നമുക്ക് ഇനിയും ടൈം ഉണ്ട് കേട്ടോ. ഞങ്ങൾ കുറച്ച് നേരത്തെ വന്നായിരുന്നു. അതിന് നമ്മൾ വെയിറ്റ് ചെയ്യാണ് ഗൈസ്, നമ്മളെ ഫ്ലൈറ്റ് വരട്ടെ. അയാൾ എന്താ പറയുന്നത്?
പറയുന്നേ? എനിക്കറിയാം എന്തോ കാര്യമായിട്ട് പറയുന്നു. നിനക്കൊല്ലേ കേൾക്കാൻ പറ്റണ? ഹലോ ഗൈസ്, അപ്പോൾ നേരത്തെ എടുത്ത വീഡിയോന്റെ മൈക്ക് എന്താ വെച്ചാൽ സെറ്റ് ആയില്ലായിരുന്നു. ഇപ്പോൾ സെറ്റാന്ന് തോന്നുന്നു. അതിന് അനിയത്തി നമ്മളെ അടുത്തുണ്ട്. ഉപ്പച്ചും ഉമ്മച്ചും ബേക്കിലാണ് സീറ്റിൽ. ആൻഡ് എന്താ പറയണ്ടോ, ഇവിടെ ഓരോരുത്തർ റീലും കാര്യങ്ങളും എടുക്കാൻ തുടങ്ങി. എടുത്ത ലാസ്റ്റാ. കുറച്ച് ആട്ടം കൂടുതലുണ്ട്. എടി, ആ മൈക്കിൽ എന്നീ സംസാരിക്കും, വെറുതെ കുത്തിച്ചല്ല. പൈസ 2 മൈക്ക് ഉണ്ട് കേട്ടോ, പറന്നുപോയി. അപ്പോൾ ഓക്കെ ബൈ. ഞങ്ങളൊരു അങ്കിളുമായിട്ട് നല്ല കമ്പനിയായി. അപ്പം അങ്കിൾ ഞങ്ങൾക്ക് ഫ്രൂട്ട്സ് ഒക്കെ തന്നിട്ട് നമുക്ക് തിന്നോക്കാം. അപ്പോൾ പൈസ മുന്നിലൊരു കാക്ക ഉണ്ട് കേട്ടോ, ചേട്ടൻ മലയാളിയാണ്. അപ്പം എന്താ വെച്ചാൽ ജസ്റ്റ് അയാൾ വാങ്ങിയപ്പോൾ ഞങ്ങൾക്ക് കൂടെ തന്നു കേട്ടോ. ഞാനങ്ങനെ ഫോൺ കണ്ടിരിക്കുന്നു. അപ്പോൾ പറഞ്ഞത് നിങ്ങളെടുത്തോ, നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ചോദിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞത് നിങ്ങളത് എടുത്തു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്ത് ആൾ ഒന്നുകൂടെ വാങ്ങിയിട്ട് അമ്മക്കും കൂടെ തന്നു കേട്ടോ. ആളെ കാണിക്കാൻ കഴിയില്ല, ആൾ മുന്നിലുള്ളത്. ഞാൻ എന്തായാലും ഇറങ്ങാൻ നേരത്ത് പറ്റിയാണ് എന്ത് ചെയ്യും നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഓക്കെ, നമ്മൾ പകുതി ഇപ്പോൾ താഴെ എന്തെങ്കിലും കാണുന്നുണ്ടോ? ഇപ്പോൾ താഴോട്ട് എന്തെങ്കിലും കാണുന്നുണ്ടോ? കുത്തുകൾ വീടാൻ തോന്നുന്നു. കണ്ട, അടിയിലോട്ടൊന്നും കാണുന്നില്ല ഒന്ന്. മിന്നോസേ, എന്താ പറയാനുള്ള വ്ളോഗില്? ഉണ്ട് എന്താ പറയണ്ടേ? എന്തൊക്കെ കളിച്ചു കൂട്ടുന്നേ. ഗൈസ്, ഫൈനലി ഞങ്ങൾ കരിപ്പൂർ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ആൻഡ് നമ്മൾ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ, നമുക്ക് വീട്ടിലോട്ട് പോകാൻ വേണ്ടി. ഇപ്പച്ചിൻ്റെ പരിചയക്കാരനാണ്. ആൻഡ് ഫൈനലി അവരവിടെ എത്തിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ എയർപോർട്ടിൽ എത്തുന്നതിന് മുമ്പേ അവിടെ വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആൻഡ് ഫൈനലി നമ്മൾ പുറത്തിറങ്ങി ലഗേജും കാര്യങ്ങളൊക്കെ വെച്ച് ഇനി നമ്മൾ നേരെ നാട്ടിലോട്ട്, എന്ന് വെച്ചാൽ വീട്ടിലോട്ട് നേരെ പോവുകയാണ്.
അപ്പോൾ ഈ നമ്മളെ ദുബായിലെ വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിക്കാനാണ്. നമ്മളെ ഇതോടെ കേട്ടോ നമ്മൾ ദുബായ് വ്ളോഗ് കഴിഞ്ഞു. പിന്നെ ഗോൾഡ് സൂക്കിലെ വീഡിയോ ഉണ്ട്. അത് ഞാൻ എന്ന് വെച്ചാൽ എഡിറ്റിങ് കുറച്ച് ടൈം എടുക്കും. അത് ഷോർട്സ് രൂപത്തിലാണ്. അപ്പോൾ അത് ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യണോ വ്ളോഗായിട്ടിടണോ കൺഫ്യൂഷനിലാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് ഇപ്പം ഞാൻ ബാക്ക് ടു കേരള അതാണ് നമ്മളിപ്പോൾ ഈ വ്ളോഗ്. അതിന് ഗോൾഡ് സൂക്ക് ഏതായാലും നമ്മൾ നോക്കാം, ഷോർട്സിലോ അല്ലെങ്കിൽ വ്ളോഗായിട്ടോ എന്തായാലും വരുന്നതായിരിക്കും. അതിന് നമ്മൾ ഉമ്മച്ചിയുടെ ഉപ്പയും ഉമ്മയും വരുന്ന വ്ളോഗ് എന്തായാലും ഞാൻ എടുക്കുന്നതായിരിക്കും. നമ്മുടെ ചാനലിൽ എന്തായാലും വരും. അവരെന്താ വെച്ചാൽ 2 മാസത്തേക്കാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ അവരുടെ ഉണ്ടാവും വ്ളോഗ് തിരിച്ച് വരുന്നത്. ഞാൻ വേറെ എന്താണ് ഗുയ്സ്, ഇതൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളൂ. ഏതായാലും നമ്മൾ അടിപൊളി വീഡിയോസ് ഇനിയും നമ്മളെ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മളെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. മസ്റ്റായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ കഴിയുന്നതും നിങ്ങളെന്താ വെച്ചാൽ സ്കിപ്പ് ചെയ്യാതെ വ്ളോഗ് കാണുക, എന്നാലേ എനിക്ക് ഉപകാരം ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. ആൻഡ് നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഏതായാലും അടുത്ത വീഡിയോ കാണാം ഗൈസ്. ബൈ.